കിത്തുവിനെ അംഗൻവാടിയിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് വീട് ഒതുക്കി പറക്കലാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരിക്കും, കുറച്ച് കളിപ്പാട്ടം മാത്രം കുട്ടയിലാക്കി വെച്ചിട്ട് ബാക്കി അച്ചു ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി കളിപ്പാട്ടം മൊത്തം ഞാനാണ് കേട്ടോ കുട്ടയിലാക്കി വെച്ചത്. ഈ സ്റ്റെയറിൽ ഓരോ സ്റ്റെപ്പിലും കാണുന്നത് എൻ്റെ ഓരോ വർക്കിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം കൊറിയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ എന്നത്തെ പോലെ തന്നെ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഞാൻ പാത്രങ്ങളൊക്കെ ഉണക്കിയാണ് കേട്ടോ അടുക്കളയിൽ വയ്ക്കാറ്. ഇപ്പോൾ വാർത്തയിൽ വരെയാണല്ലോ, അടുത്ത ആഴ്ച മുതൽ കാലവർഷം വരെയാണെന്ന്. ഇനിയിപ്പോൾ മഴയൊക്കെ വന്നാൽ ഈ മുളക് ഉണക്കൽ നടക്കില്ല കേട്ടോ. 2 ദിവസത്തെ നല്ല വെയിലിൽ ഇതൊന്ന് ഉണങ്ങി കിട്ടുക, പിന്നെ അതിന്റെ തണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. കിത്തുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോക്കും പിന്നെ 10 രൂപയുടെ കുഞ്ഞ് കാറാണ് കേട്ടോ. അപ്പൊ ഈ കുഞ്ഞ് ഐറ്റം ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ഈ കളിപ്പാട്ടം മാത്രമേ കാണാറുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയാണെങ്കിൽ റേഷൻ കടയിലെ ഗോതമ്പ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊന്ന് അരിച്ചു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈസി ആവുമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും നമ്മളിത് അരിച്ച് ഉപയോഗിക്കണ്ടേ. ചില സമയത്ത് നമുക്ക് ഈ ഗോതമ്പ് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ചെള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ അരിച്ച് വച്ചാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ആണെങ്കിൽ ഈ ഒരു കുപ്പിയിലാക്കിയാണ് കേട്ടോ വയ്ക്കുന്നത്. നിങ്ങളും ഇതുപോലെ അരിച്ചൊക്കെയാണ് റേഷൻ കടയിലെ ഗോതമ്പ് മാവ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 മാസത്തേക്ക് നമുക്ക് ഈ 2 അവർ ഗോതമ്പ് തന്നെ ധാരാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി തറയിൽ വീണ ആ ഗോതമ്പ് പൊടി ഒന്ന് തൂത്ത് കളഞ്ഞില്ലെങ്കിൽ എറുമ്പ് എപ്പം വന്നൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് ഞാൻ അടുത്ത എൻ്റെ വർക്കിലോട്ട് പോവേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ ബൈ.